ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ചരിത്രം അതിനുവേണ്ടി നീക്കിവെക്കുകയാണ്. 90 അധ്യായങ്ങളുണ്ട്. 90 അധ്യായങ്ങൾ കൊണ്ട് വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് ഭഗവാന്റെ ചരിത്രങ്ങൾ. സത്യത്തിൽ നവമസ്കന്ധത്തിന്റെ ഒടുവിൽ 2 ശ്ലോകങ്ങൾ കൊണ്ട് ചുരുക്കിയിട്ട് അവതാരം വർണ്ണിച്ചു കഴിഞ്ഞു. 6 കുട്ടികൾ, 7ാമത്തത് ബലരാമൻ തന്നെ സംഘർഷണം പൂർത്തിയായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചു. 8ാമതായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു. അനേക ലീലകളാണ് ഈ പാണ്ഡവരെയും യദുവംശത്തെയും കാരണമാക്കിക്കൊണ്ട് വൃഷ്ണവംശത്തോട് കൂടി ചേർന്ന് ഭൂമിയിലെ ഭാരം തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച് ഒടുവിൽ ഉദ്ധവന് അതിശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങൾ കൊടുത്ത് സ്വധാമത്തിലേക്ക് എഴുന്നള്ളി പരീക്ഷിത്തെ എന്ന് ചുരുക്കിയിട്ട് നവമസ്കന്ധത്തിനുള്ളിൽ 12 ശ്ലോകങ്ങളുണ്ട്. ഈ പരീക്ഷത്താണെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ മഹത്വം ഹൃദയത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു കൂടുകയാണ്. ഇത്രയും കാലം ജീവിതത്തിൽ ജനിച്ചു വീണ കുട്ടിയായിരുന്നു മുതൽ കൃഷ്ണന്റെ കാരുണ്യം ഏറ്റെടുത്തിട്ടുണ്ട്. കൃഷ്ണനില്ലെങ്കിലും കൃഷ്ണ ക്രീഡ കളിച്ചുകൊണ്ടാണ് വളർന്നു വന്നത്. അങ്ങനെ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടും കൃഷ്ണലീല അനുസ്മരിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടിയ പരീക്ഷത്തിന് അവസാനം കിട്ടി. ആ ഭഗവത് ലീലകൾ വേണ്ടതുപോലെ കേൾക്കുവാനുള്ള അനുഗ്രഹമായിട്ട് 7ാം ദിവസം ദക്ഷകൻ കഴിച്ച് മരിക്കാൻ ഇടവരട്ടെ എന്നുള്ള ബ്രാഹ്മണ ശാപം കിട്ടി. അങ്ങനെയാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം ഉപദേശിക്കാൻ ഇടവന്നത്. ശുഖബ്രഹ്മഋഷിയാണെങ്കിൽ ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രമേ എവിടെയും താമസിക്കാറുള്ളൂ. ഗോദോഹനം മാത്രം ഈ ഗൃഹേഷു ഗൃഹവേദിനാണ്. പശുവിനെ കറന്നെടുക്കാൻ പണ്ട് കാലത്ത് ഇത്തിരി സമയമുണ്ട്. കാരണം കുറച്ചേ എടുക്കുള്ളൂ, വളരെ അത്യാവശ്യമായിട്ട്. ബാക്കിയൊക്കെ അതിന് വിട്ടുകൊടുക്കലാണ്, അതിനും കുട്ടികൾക്കും വിട്ടുകൊടുക്കലാണ്. അപ്പോൾ ആ പശുവിനെ കറക്കുന്ന സമയം പോലും ഒരിടത്ത്, അതായത് പശുവിനെ കറന്നെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ അത് അവസാനിക്കുന്നു പറയുമ്പോഴേക്കും ശുഖബ്രഹ്മഋഷി ഉള്ള സ്ഥലങ്ങളും. അങ്ങനെയുള്ള ശുഖബ്രഹ്മഋഷിയാണ് 7 ദിവസം എന്തിനു വേണ്ടിയിട്ട് ഈ പരീക്ഷത്തിനെ മുക്തനാക്കുന്നതിന് വേണ്ടി ആത്മതത്വം ഉപദേശിച്ച് ബ്രഹ്മതത്വം ഉപദേശിച്ച് മുക്തനാക്കുന്നതിന് വേണ്ടി ഈ ഗംഗാതീരത്തേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഇത്രയും ചുരുക്കിയിട്ട് അങ്ങനെ കൃഷ്ണ അവതാര ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കുമെന്നുള്ളതല്ല. ഉദ്ധവന ഉപദേശം കൊടുത്ത് സ്വധാമത്തിലേക്ക് എഴുന്നള്ളി പരീക്ഷത്തെ ഇതാണ് കൃഷ്ണന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നിരാശ ഉണ്ടാവില്ലേ? ഉള്ളിൽ ആശയുള്ളവർക്ക് എന്തുണ്ടാവുള്ളൂ? നിരാശ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലല്ലേ നമ്മളിത് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് നിരാശക്ക് വകയുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തിനാണെങ്കിൽ ഇനിയും കേൾക്കണം എന്നുള്ള തോന്നലാണ്. ആ തോന്നൽ മാത്രമാണ് ഉള്ളിലുള്ളത്. അത് ആരുടെ കഥ കേൾക്കണം? കൃഷ്ണചരിത്രം വിസ്തരിച്ച് കേൾക്കേണ്ടത് കൊണ്ട് മറ്റുള്ളതൊക്കെ ചുരുക്കി പിടിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇനി സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും വിസ്തരിക്കും. അപ്പോഴേക്കും ഏതാണ് കുറയുക ജീവിതത്തിൽ? കൃഷ്ണചരിത്രം അദ്ദേഹത്തിന്റെ 7ാം ദിവസമല്ലേ. അപ്പൊ അതിനിടയിൽ കൃഷ്ണന്റെ ചരിത്രം കേൾക്കണം. അത് കേൾക്കണ്ടാൻ തോന്നാത്തവര് ആരെങ്കിലും ഉണ്ടാവില്ല. കൃഷ്ണചരിത്രം എല്ലാവർക്കും ഇഷ്ടമാണ്. മുക്തൻ, ബദ്ധൻ, ശിശു, വൃദ്ധൻ, ആ ബാലവൃദ്ധം ജനങ്ങൾക്കും വാസുദേവന്റെ സൽക്കഥ ആപാദചൂഢമധുരം ബുദ്ധിയുള്ളോർക്ക് ആലോചനാമൃതം കാർവർണ്ണനുണ്ണിതൻ ദിവ്യചരിതാമൃതം കൽമഷാവകം ജന്മസാഫല്യമേകിടാൻ ഈ മറ്റൊന്നില്ല മന്നിതിൽ. ജന്മം സഫലമാക്കാൻ ഈ ശ്രീകൃഷ്ണ ചരിതം പോലെ വേറൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നാണ് ബോധ്യപ്പെട്ടിട്ടാണ് പരീക്ഷിത്ത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ശ്രീകൃഷ്ണന്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറയുന്നു. ഈ ശ്രീകൃഷ്ണന്റെ കഥകൾ കേൾക്കണമെങ്കിൽ ഭാഗ്യം വേണം. മതിയോ? കുന്തിദേവിയൊക്കെ എങ്ങനെയാ പറയാ അല്ലേ? ഭാഗ്യവന്തം പ്രസൂയേത. ഭാഗ്യം വേണം എന്ന് പറഞ്ഞു. ഭാഗ്യം മാത്രമല്ല, സുഹൃതം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അതും കൂടി വേണം. പുണ്യം ഇല്ലേ? അതാണ് സുഹൃതം. ജന്മാന്തരേ
പുണ്യം തഥാ ഭാഗവതം ലഭ്യേൽ. സച്ചരിത്രമാണ് ഭഗവാന്റെ ചരിത്രം. ഇത് കേൾക്കണമെങ്കിൽ യോഗ്യത വേണം. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബന്ധത്തിൽ ഭക്തി ഉണ്ടാവുന്നത് എളുപ്പത്തിൽ ഉണ്ടാവില്ല. അനേകം ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ കോടി ജന്മങ്ങൾ എന്നൊക്കെ പറയാം. അറിയില്ലല്ലോ, കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അങ്ങനെ ജന്മാന്തര സഹസ്രേഷു യോഗധ്യാന സമാധിവി നരാണാം ക്ഷീണപാവാനാം കൃഷ്ണേ ഭക്തി പ്രജായതേ. അനേകം ജന്മങ്ങളിൽ സൽക്കർമ്മം ചെയ്തതിന്റെ ഫലമായിട്ട് പാപം മുഴുവൻ തീർന്ന് പുണ്യം സമ്പാദിച്ച ഒരു ജീവന് മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ഭക്തി ഉണ്ടാവുള്ളൂ. എനിക്ക് ഭഗവാന്റെ കഥകൾ ഇനിയും കേൾക്കണം. ദിവ്യ ചരിത്രം. കൽമഷം എന്ന് പറഞ്ഞാൽ അറിയോ? ഈ മനസ്സിലുള്ള മാലിന്യങ്ങൾ, ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ. ഇവിടെ മൊത്തത്തിൽ മാലിന്യങ്ങളുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയോ? കലിയാണ് ഇപ്പോഴും ഉള്ളത്. കലിയുഗല്ലേ, കൽമഷമുണ്ട്. ഇതിൽ നിന്നും അതിജീവിക്കാൻ കാർവർണ്ണൻ ഉണ്ണിയായ ഭഗവാന്റെ ചരിത്രം ഒന്ന് നോക്കാം. പദം തന്നെ അല്ലേ? കൽമഷം കറുത്ത പുക പോലെ നിറയെ വ്യാപിച്ചിരിക്കുകയാണ് അന്ധകാരായിട്ട്. അവിടെ കാർവർണ്ണൻ ഉണ്ണിയുടെ ചരിത്രം കൊണ്ട് ആ കൽമഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ അതിന് യോഗ്യത ഉണ്ടെങ്കിലേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. യോഗ്യത ഉണ്ടെങ്കിലേ പറയാനും പറ്റുള്ളൂ. ശുഭബ്രഹ്മർഷിക്കുള്ളതുപോലെ വേറെ ആർക്കും യോഗ്യത ഇല്ല പറയാൻ. പക്ഷെ കേൾക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടോ എന്നാണ് പരീക്ഷത്തിന്റെ ചോദ്യം. അപ്പൊ ഞാൻ 1-2 കാര്യങ്ങളുണ്ട് അത് ഉറപ്പിക്കുന്നു എന്നുള്ള നിലക്കാണ് പരീക്ഷത്ത് പറഞ്ഞത്. ഈ ആഗ്രഹങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് എനിക്കിവിടെ ജീവിക്കണമെന്നോ, എനിക്കിവിടെ സമ്പാദിക്കണമെന്നോ, എനിക്കിവിടെ രാജ്യഭരണം നടത്തണമെന്നോ ആഗ്രഹമില്ലാതെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിവർത്തിച്ച് എല്ലാം ഉപേക്ഷിച്ച്, എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച് ആ ഹിമാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള വ്യാസനെ പോലുള്ള മഹാത്മാക്കളാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. അപ്പോൾ വേറെ ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. ഇതിലധികം ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേറൊരു വഴിയില്ല. നിവൃത്തത ഋഷയിരുപകീയമാനാൽ ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമൽ ഉത്തമ ശ്ലോക ഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാ പശുഘ്നാൽ. എന്താ പറഞ്ഞറിയോ? ഈ ആഗ്രഹങ്ങളെ മുഴുവൻ നിവർത്തിച്ച ഈ ഋഷീശ്വരന്മാര് പറഞ്ഞ കഥ ഭവൗഷധമാണ്. ഭവൗഷധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ ഭവം എന്ന് പറഞ്ഞാൽ നിത്യജീവിത ദുഃഖം തന്നെയാണ്. അതിന് ഔഷധമാണ്. ഇതൊരു വലിയ രോഗമാണെങ്കിൽ ഈ വലിയ ദുഃഖവും ദുരിതവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന നിത്യജീവിതത്തിലെ ഈ പ്രതിസന്ധിക്ക് മുഴുവനും ദിവ്യ ഔഷധമാണ് ഇത് ഭഗവാന്റെ സച്ചരിത്രം. ഇത് പാടിക്കൊണ്ട് എത്ര ജനങ്ങളാണ് ജന്മം സഫലമാക്കുന്നത്. ആ ഗോപികാ ഗീതത്തിലൊക്കെ പറയും, തപകഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമതാദതം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാ. എത്ര ജനങ്ങളാണ്, തപിക്കുന്ന ഹൃദയങ്ങളാണ് അവിടുത്തെ ദിവ്യങ്ങളായ നാമസങ്കീർത്തനങ്ങളും കഥകളും കൊണ്ട് കുളിർമയുള്ളതായിട്ട് ആനന്ദ സാഗരത്തിൽ ആറാടുന്നത്. അതാണ് ഭഗവാന്റെ സച്ചരിത്രം. ഭവൗഷധമാണ്. ഔഷധം എന്ന് പറയുമ്പോൾ ഒന്നും പേടിക്കണ്ട. പിന്നെ ഹൃദയത്തിനും കർണത്തിനും ആനന്ദകരമായിട്ട് രസായനം പോലെ അനുഭവിക്കുന്നതാണ്